ഇന്നത്തെ മാർക്കറ്റ് അനാലിസിസ് പങ്കുവെക്കാനായിട്ട് ഇൻ ഹൗസ് എക്സ്പേർട്ട് ആയിട്ടുള്ള പ്രദീപ് ചന്ദ്രശേഖരൻ സാർ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് സാർ, വെൽക്കം ടു ദി ഷോ. മോർണിംഗ് അൻല, മോർണിംഗ് വ്യൂവേഴ്സ്. സർ, ഇന്നിപ്പോൾ നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ വ്യാപാരം ആരംഭിച്ചത് തന്നെ ഒരു റെക്കോർഡ് ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ടായിരുന്നു. 22,248.85 എന്നൊരു നിലവാരത്തിൽ നിലവിൽ 0.06% നേരിയ നേട്ടത്തോടു കൂടി 22,209.55 എന്നൊരു നിലവാരത്തിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിഫ്റ്റിയുമായി ബന്ധപ്പെട്ട് ഇന്ന് സാറ് വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? ഈ ഒരു ഓൾ ടൈം ഹൈ നിലനിൽക്കുമ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒരു സാധ്യത സാർ കാണുന്നുണ്ടോ? അനില, നമ്മൾ നിഫ്റ്റി 50യുടെ കേസിൽ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരുന്ന ഒരു റെസിസ്റ്റൻസിൽ 22,150 പോയിന്റ് ആയിരുന്നു. ആ ഒരു ലെവലിന്റെ മുകളിൽ നിഫ്റ്റിക്ക് ട്രേഡിംഗ് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു വീക്ക്നെസ്സും ഞാൻ കാണുന്നില്ല. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്ഷൻ നടക്കുന്ന സമയത്തൊക്കെ ലോങ് പൊസിഷൻസ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പൊ ആദ്യ നിമിഷങ്ങളിൽ തന്നെ ഒരു സ്റ്റോക്ക് ബ്രേക്ക് ഔട്ട് നൽകിയിരിക്കുന്ന ഇറ്റ് ഇസ് ക്യാമ്പസ് ആക്റ്റീവ്. നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് തന്നെ ഓൾമോസ്റ്റ് 8% നേട്ടം നൽകിയിരിക്കുന്നത്. ആൻഡ് ഐ തിങ്ക് ഇറ്റ് ഇസ് ഓഫറിംഗ് എ ഫാന്റാസ്റ്റിക് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി. എസ് പ്രദീപ് സർ, ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുന്ന സമയത്ത് 47,000 മറികടന്നുകൊണ്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഇന്ന് കാഴ്ചവെക്കുന്നത്. 47,363 എന്നുള്ള ഒരു ലെവലിലാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ ഒരു ഇൻട്രാഡേ ഹൈ നിലവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതും അതാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 48,000 ടെസ്റ്റ് ചെയ്യാൻ ഒരുങ്ങുകയാണ് എന്നുള്ള ഒരു തലത്തിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അനുമാനത്തിലേക്കാണ് അനലിസ്റ്റുകളൊക്കെ തന്നെ എത്തിച്ചേരുന്നത്. നിലവിൽ നിഫ്റ്റിയുടെ ബാങ്ക് ഇൻഡെക്സിന്റെ ട്രെൻഡ് എങ്ങനെയാണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് 44,400 പോയിന്റിൽ ഒരു വളരെ മേജർ സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തു. ആൻഡ് ഇന്നലത്തെ ട്രേഡിംഗിൽ ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ് ലെവലും മറികടക്കാൻ സാധിച്ചിരുന്നു. ഇനി നമ്മുടെ മുന്നിലുള്ള ഒരേ ഒരു ലെവലുള്ളത് ഇറ്റ് ഇസ് ദ റെക്കോർഡ് ഓൾ ടൈം 48,636. ആൻഡ് ഐ എം വെരി വെരി പോസിറ്റീവ്. നമുക്ക് താമസിക്കാതെ തന്നെ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ പുതിയൊരു റെക്കോർഡ് ഓൾ ടൈം ഹൈ കാണാൻ സാധിക്കും. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്ഷൻ നടക്കുന്ന സമയത്ത് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുന്ന ബാങ്കിങ് സ്റ്റോക്സിലൊക്കെ തന്നെ ലോങ് പൊസിഷൻസ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിൽ ഒരു സ്റ്റോക്ക് എനിക്ക് എടുത്തു പറയാനുള്ളത് ഇറ്റ് ഇസ് എ ഫെഡറൽ ബാങ്ക്. ഫെഡറൽ ബാങ്കിന്റെ കേസിൽ ഇന്നലെ ഓപ്പണിംഗ് നിമിഷങ്ങളിൽ തന്നെ ഒരു 5% ഒരു ഡ്രോപ്പ് നമുക്ക് കാണാനിടയായി. ആൻഡ് അതിന്റെ കേസിൽ ഞാൻ ശ്രദ്ധിക്കുമ്പോഴേക്കും അതിൽ ഞാൻ വായിക്കാനിടയായത് കോട്ടക് ബാങ്കിന്റെ ഒരു സീനിയർ എക്സിക്യൂട്ടീവ് അതിന്റെ പുതിയ MD ആയിട്ട് വരാൻ ഒരു നീക്കം ഉണ്ടായിരുന്നു. അദ്ദേഹം വരുന്നില്ല. അതിനെ തുടർന്നായിരുന്നു ഒരു പാനിക് സെല്ലിംഗ് നടന്നത്. ഐ തിങ്ക് ദാറ്റ് ഇസ് ആൻ എക്സ്ട്രീംലി ഫൂളിഷ് കൺജങ്ഷൻ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി ബാങ്കിൽ ജോയിൻ ചെയ്യുന്നുണ്ടോ ജോയിൻ ചെയ്യുന്നില്ലേ അതിന്റെ അടിസ്ഥാനത്തൊന്നും അല്ല നമ്മൾ ഇൻവെസ്റ്റിംഗ് ചെയ്യേണ്ടത്. സോ ഇത്രത്തോളം കനത്തൊരു സെൽ ഓഫ് നടന്നതിനെ തുടർന്ന് നമുക്ക് ഫെഡറൽ ബാങ്കിന്റെ കേസിൽ ഒരു ലോ റിസ്ക് ബൈങ് അവസരം നമുക്ക് കിട്ടുന്നത്. സോ നമ്മൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ മിസ് ചെയ്യാതെ ശ്രമിക്കുക. സർ, ബാങ്കിങ് ഓഹരിയിലെ തന്നെ PSU ബാങ്കുകളിലേക്ക് നോക്കുകയാണെന്നെങ്കിൽ ഇപ്പോൾ 1% ഒരു നേട്ടം രേഖപ്പെടുത്താനായിട്ട് PSU ബാങ്ക് സൂചികയ്ക്ക് സാധിക്കുന്നുണ്ട്. 7,172.05 എന്ന നിലവാരത്തിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. PSU ബാങ്ക് സൂചികയുമായി ബന്ധപ്പെട്ട് സർ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? അതിനോടൊപ്പം തന്നെ ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ കൂടി അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓഹരി 2.5% ഒരു നേട്ടത്തിൽ 145.5 എന്നൊരു നിലവാരത്തിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. PSU ബാങ്കിൽ കഴിഞ്ഞ ആഴ്ച നമുക്ക് കാണുന്നുണ്ട് റെക്കോർഡ് ഓൾ ടൈം ഹൈ 7,280 പോയിന്റിന്റെ അടുത്തായിരുന്നു. ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് ദ മേജർ റെസിസ്റ്റൻസ് ടു വാച്ച്. എന്റെ ഒപ്പീനിയനിൽ ആ ഒരു റെസിസ്റ്റൻസ് PSU ബാങ്ക് ഇൻഡെക്സ് ബ്രേക്ക് ചെയ്യും. ആൻഡ് PSU ബാങ്ക് ഇൻഡെക്സിനെ നയിക്കുന്ന PSUവിലെ ഏത് സ്റ്റോക്കിലും നമുക്കൊരു പൊസിഷൻ എടുക്കാൻ സാധിക്കും. ദാറ്റ് ഇൻക്ലൂഡ്സ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക് മുതലായ ഏത് PSU ബാങ്കിലും നമുക്കൊരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. ഇന്നിപ്പോൾ പ്രൈവറ്റ് ബാങ്കിംഗ് മേഖലയിലേക്ക് നോക്കുമ്പോൾ സ്റ്റോക്കുകളിൽ ഒരു മികച്ച മുന്നേറ്റം കാണുന്നുണ്ട് എങ്കിലും സൂചിക ഫ്ലാറ്റ് നോട്ടിൽ തന്നെയാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രദീപ് സർ, നിഫ്റ്റി പ്രൈവറ്റ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു വർഷം ഏറ്റവും കൂടുതൽ സൂചികകളിൽ
കുറവ് നേട്ടം നൽകിയിട്ടുള്ള ഒരു സൂചികയായിട്ട് നിഫ്റ്റി പ്രൈവറ്റ് ബാങ്കിനെ നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ഇയർ ടു ടിൽ ഡേറ്റ് പെർഫോമൻസ് പരിഗണിച്ചാലും 5%-ലധികം ഒരു നെഗറ്റീവ് റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു സൂചികയായിട്ടാണ് പ്രൈവറ്റ് ബാങ്കിനെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു പെർഫോമൻസിനെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? PSU ബാങ്ക് സ്റ്റോക്സ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ഒക്കെ തന്നെ അണ്ടർ പെർഫോം ചെയ്തിരുന്നു. അതിന്റെ ഒരു പ്രധാന കാരണക്കാരൻ HDFC ബാങ്ക് തന്നെയായിരുന്നു. ബട്ട് HDFC ബാങ്കിലൊക്കെ നമുക്ക് കറക്ഷൻ അവസാനിച്ചു എന്ന് വിലയിരുത്താൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഐ തിങ്ക് ദ ഡൗൺ സൈഡ് റിസ്ക് ഇസ് വെരി വെരി ലിറ്റിൽ. ആൻഡ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ HDFC ബാങ്ക് പോലെ നല്ല മികച്ച ഫൈനാൻഷ്യൽ പെർഫോമൻസ് നൽകുന്ന സ്റ്റോക്സിൽ ലോങ് പൊസിഷൻ ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് അറ്റ് ദ സെയിം ടൈം എനിക്ക് പേഴ്സണലി പൊസിഷൻ ഉള്ള ഒരു പ്രൈവറ്റ് സെക്ടർ ബാങ്ക് IDFC ഫസ്റ്റ് ബാങ്ക്. ആൻഡ് IDFC ഫസ്റ്റ് ബാങ്ക് കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിംഗിൽ 77 രൂപയിൽ ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വി ഷുഡ് ക്ലോസ്ലി വാച്ച് ദിസ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വരും സെഷൻസിൽ ഐ എം എക്സ്പെക്ടിങ് അണ്ടർ ബിഗ് മൂവ് ഇൻ ദ കേസ് ഓഫ് IDFC ഫസ്റ്റ് ബാങ്ക്. സാറിനോടൊപ്പം തന്നെ ഓട്ടോ മേഖലയിൽ നിന്നുള്ള അശോക് ലെയ്ലാൻഡുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. കമ്പനിയെ സംബന്ധിച്ചൊരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഉത്തർപ്രദേശിൽ ഒരു ഗ്രീൻ ഫീൽഡ് പ്ലാന്റ് സ്ഥാപിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കമ്പനി എന്ന് ആണ് ഇപ്പോൾ കമ്പനി എക്സ്ചേഞ്ച് ഫയലിംഗിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അതിനോടൊപ്പം തന്നെ പറയുന്നത് ഓഹരിയിലേക്ക് നോക്കുകയാണെങ്കിൽ തുടർച്ചയായിട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വലിയ തോതിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തിയ ഒരു ഓഹരി കൂടിയാണ് അശോക് ലെയ്ലാൻഡ് ഓഹരികൾ എന്ന് പറയുന്നത്. അതിന്റെ 52 വീക്ക് ഹൈ എന്ന് പറയുന്നത് 2023 ഓഗസ്റ്റ് 16 രേഖപ്പെടുത്തിയ 191.5 എന്ന നിലവാരമാണ്. അതിനുശേഷം തുടർച്ചയായിട്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് വലിയ തോതിലൊരു സെൽ ഓഫ് നടന്ന ഒരു ഓഹരി കൂടിയാണ്. നിലവിൽ 1.99% നേട്ടത്തിൽ 176.4 എന്നൊരു നിലവാരത്തിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ഒരു ഓഹരിയുമായി ബന്ധപ്പെട്ട് സാറിന്റെ ലോങ് ടേം പെർസ്പെക്റ്റീവ് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി കംപ്ലീറ്റ് ഓട്ടോ സ്പേസ് എടുത്തു കഴിഞ്ഞാൽ അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് അശോക് ലെലൻഡ്. ആൻഡ് അശോക് ലെലൻഡിൽ അൺഫോർച്ചുനേറ്റ്ലി അറ്റ് ദ മൊമെന്റ് നമുക്ക് ഒരു ബൈയിങ് ട്രിഗറും കാണാൻ സാധിക്കുന്നില്ല. കുറെ മാസങ്ങളായിട്ട് ഈ സ്റ്റോക്ക് 165 190 ഇടയ്ക്ക് ഒരു ട്രേഡിംഗ് റേഞ്ചിലാണ് പെട്ടുപോയിരിക്കുന്നത്. സോ ഈ ഒരു സ്റ്റോക്ക് തൽക്കാലം അവോയ്ഡ് ചെയ്യുക. നമുക്ക് ഓട്ടോ സ്പേസിൽ ഓർ ഇൻ ദി ഓട്ടോ സ്പേസിൽ നമുക്കൊരു പൊസിഷൻ എടുക്കണമെങ്കിൽ കാര്യമായിട്ട് കുറെ ദിവസങ്ങളായിട്ട് മൂവ്മെന്റ് നൽകാത്ത ഒരു സ്റ്റോക്ക് എസ്കോട്ട്സ്. സോ എസ്കോട്ട്സിന്റെ കേസിൽ നല്ലൊരു ബുള്ളിഷ് അസറ്റ് പെർഫോം ചെയ്തിട്ടുണ്ട്. ഫ്രം എ ലോങ്ങർ ടേം പെർസ്പെക്റ്റീവ് നമുക്ക് ഇതിന്റെ ഫൈനാൻഷ്യൽസ് സ്റ്റഡി ചെയ്യുക. കംഫർട്ടബിൾ ആണെങ്കിൽ പൊസിഷൻ എടുക്കാൻ ശ്രമിക്കുക. എസ് പ്രദീപ് സർ, ഇന്നിപ്പോൾ 2.5%-ലധികം നേട്ടം ഹിൻഡാൽകോയുടെ ഓഹരികൾ നൽകുന്നുണ്ട്. 524 രൂപയിലാണ് സ്റ്റോക്ക് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹിൻഡാൽകോ ഇൻഡസ്ട്രീസിന്റെ സബ്സിഡറി ആയിട്ടുള്ള നോവലിസ് US IPOയ്ക്കുള്ള ഡ്രാഫ്റ്റ് ഒക്കെ തന്നെ ഫയൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു വാർത്തകളെ തുടർന്നാണ് ഇന്ന് ഹിൻഡാൽകോയിൽ കാര്യമായിട്ടുള്ള ഒരു മൂവ്മെന്റ് കാണുന്നത്. ഹിൻഡാൽകോയിലെ നിലവിലെ ട്രെൻഡ് എങ്ങനെയാണ്? അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? ജാസ്മിൻ, എനിക്ക് തോന്നുന്നു ആ വാർത്ത കംപ്ലീറ്റ്ലി മിസ്ലീഡിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നോവലിസിന്റെ IPO പേപ്പേഴ്സ് ഫയൽ ചെയ്തതിനെ തുടർന്ന് ഒരിക്കലും ഹിൻഡാൽകോയുടെ കേസിൽ ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ പോകുന്നില്ല. ഹിൻഡാൽകോയുടെ കേസിൽ നമ്മൾ ഓർക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ മാസം ഈ സ്റ്റോക്കിന്റെ ഒരു ഹയസ്റ്റ് ലെവൽ നമുക്ക് കാണാൻ സാധിച്ച 608 രൂപയിലായിരുന്നു. അതിനെ തുടർന്ന് ഈ സ്റ്റോക്കിലെ കനത്തൊരു സെല്ലിംഗ് നമുക്ക് കഴിഞ്ഞ 10 ദിവസത്തിനിടെ കാണാനിടയായി. സോ ഇന്ന് നമ്മൾ കാണുന്നത് ഇറ്റ് ഇസ് ഓൺലി എ ഷോർട്ട് കവറിംഗ്. ഇത് ഒരിക്കലും ഒരു ബൈയിങ് അവസരം അല്ല. സ്റ്റോക്കിന് ഒത്തിരി റെസിസ്റ്റൻസസ് ഫേസ് ചെയ്യാനുണ്ട്. ആൻഡ് കമ്പയർഡ് ടു റിസ്ക് റിവാർഡ് റേഷ്യോ ഇതിനേക്കാൾ മികച്ച നമുക്ക് ഇൻവെസ്റ്റിംഗ് ആൻഡ് ട്രേഡിംഗ് അവസരങ്ങൾ മാർക്കറ്റിൽ ലഭിക്കുന്നുണ്ട്. സർ, അതിനോടൊപ്പം തന്നെ ഗ്രീൻ എനർജി സെഗ്മെന്റിലുള്ള KPI ഗ്രീൻ എനർജിയുമായി ബന്ധപ്പെട്ടിട്ടാണ് സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ട്രേഡിംഗ് സെഷൻസിലായിട്ട് വളരെ അധികം നേട്ടം നൽകുന്ന ഒരു ഓഹരിയാണ് KPI ഗ്രീൻ എനർജി എന്ന് പറയുന്നത്. നിലവിൽ 3.79% നേട്ടത്തിൽ 1620 എന്നൊരു നിലവാരത്തിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. KPI ഗ്രീൻ എനർജിയുമായി ബന്ധപ്പെട്ട് സാറിന്റെ ലോങ് ടേം പെർസ്പെക്റ്റീവ് എന്താണ്? ഈ ഒരു ഓഹരിയിൽ ഇപ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ് ഉള്ള സമയമായിട്ടുണ്ടോ? So KPI Green is a small cap stock. And KPI Green in the case, എനിക്ക് ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നില്ല. പുവർ ലിക്വിഡിറ്റി ആൻഡ് സ്റ്റോക്കിൽ ഹൈ വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നത്. ഈ കമ്പനിയിൽ നമ്മൾ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കരുത്.
ഹൈലി സ്പെക്കുലേറ്റീവ്, ഒത്തിരി വോളറ്റിലിറ്റി അനുഭവിക്കുന്ന ഒരു സ്റ്റോക്ക് KPI Green. പ്രദീപ് സാർ, സൊമാറ്റോയിലേക്കാണ് വരുന്നത്. ഇന്നിപ്പോൾ 167 രൂപ എന്നുള്ള ഒരു ഓൾ ടൈം റെക്കോർഡ് ഹൈ സൊമാറ്റോ രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. നിലവിൽ 2.5% ഒരു മുന്നേറ്റം നൽകുന്നുമുണ്ട് സൊമാറ്റോ. സൊമാറ്റോയിൽ ഇനിയും ഒരു അപ്സൈഡ് പൊട്ടൻഷ്യലുള്ള സാധ്യത എത്രമാത്രമാണ്? ഒത്തിരി ബിക്കോസ് ദി റെക്കോർഡ് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇനിയും കാര്യമായിട്ട് ഈ സ്റ്റോക്കിന് മുന്നിൽ ഒരു റെസിസ്റ്റൻസ് ലെവൽസും ഇല്ല എന്ന് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. സോ കയ്യിൽ ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അറ്റ് ദ സെയിം ടൈം പുതിയ ലോങ് പൊസിഷൻസ് തൽക്കാലം അവോയ്ഡ് ചെയ്യുക, ബിക്കോസ് റിസ്ക് ടു റിവാർഡ് റേഷ്യോ അത്ര ഫേവറബിൾ അല്ല. സർ, അതിനോടൊപ്പം തന്നെ സുസ്ലോണുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ കൂടിയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. സുസ്ലോണിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫെബ്രുവരി 2-ാം തീയതി ഒരു പുതിയൊരു 50 ഹൈ ക്രിയേറ്റ് ചെയ്ത് 50.6 എന്നൊരു നിലവാരം റെക്കോർഡ് ചെയ്തതിന് ശേഷം പിന്നീട് ഇങ്ങോട്ടുള്ള ഒരു സെഷൻസിൽ വലിയ തോതിലൊരു മുന്നേറ്റം രേഖപ്പെടുത്താൻ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. നിലവിലൊരു തുടർച്ചയായിട്ടുള്ള 4 സെഷൻസിലായിട്ട് ഇടിവിൽ തന്നെയാണ് ഓഹരി വ്യാപാരം അവസാനിപ്പിക്കുകയും ചെയ്യുന്നത്. ഇന്നിപ്പോൾ 0.76% ഇടിവിൽ 45.45 എന്നൊരു നിലവാരത്തിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സുസ്ലോണിൽ നമുക്കൊരു ലോ ബൈങ് ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നുണ്ടോ? ദ മൊമെന്റ് അൺഫോർച്ചുനേറ്റ്ലി സുസ്ലോണിന്റെ കേസിൽ നമുക്ക് ബൈയിങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. സോ സ്റ്റോക്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് വി ഹാവ് ടു വെയിറ്റ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 52 വീക്ക് ഹൈ എത്തിയതിനു ശേഷം സ്റ്റോക്കിൽ ഒരു കറക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. സോ നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഏരിയ 42 രൂപയായിരിക്കണം. നമുക്ക് ആ ഒരു സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടോ എന്ന് സ്ഥിരീകരിക്കുക. അതിനുശേഷം വി ക്യാൻ കൺസിഡർ ലോങ് പൊസിഷൻ. പ്രദീപ് സർ, TVS സപ്ലൈ ചെയിൻ സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ടാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ ഒരു മാർക്കറ്റിൽ ഓഹരി 2.37% ഒരു ഇടിവാണ് രേഖപ്പെടുത്തുന്നത്. സ്റ്റോക്കിന്റെ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് റോൾസ് റോയ്സുമായുള്ള 5 വർഷത്തെ കരാർ 2029 വരെ കമ്പനി നീട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് വാർത്തകളൊക്കെ തന്നെ സ്റ്റോക്കിൽ കാര്യമായിട്ടുള്ള ഒരു മുന്നേറ്റം പ്രകടമാക്കുന്നില്ല. ഈ ഒരു സ്റ്റോക്കിന്റെ പെർഫോമൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 2023 സെപ്റ്റംബർ 11 രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഉയർന്ന നിലവാരം എന്നുള്ളത് 258 രൂപയിലാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് കാര്യമായിട്ടുള്ള ഒരു നേട്ടങ്ങൾ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ഇന്നിപ്പോൾ 195 രൂപയിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് മുന്നോട്ട് പോകുന്നത്. സോ TVS സപ്ലൈ ചെയിൻ അടുത്ത കാലത്തായിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. ആൻഡ് ലിസ്റ്റിങ്ങിന് ശേഷം തുടർച്ചയായിട്ട് സെല്ലിംഗ് നേരിട്ടൊരു സ്റ്റോക്ക് ആയിരുന്നു TVS സപ്ലൈ ചെയിൻ. ആൻഡ് ആസ് ഫാർ ആസ് ഐ എം കൺസേൺഡ് ഈ ഒരു സ്റ്റോക്ക് ഇസ് എ ടേൺ അറൗണ്ട് സ്റ്റോക്ക്. ആൻഡ് ഇന്നിപ്പോൾ ഇതിലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ this is actually a buying opportunity for the long term. So TVS supply chain, I think long term ന് വേണ്ടി ഒരു contrarian investment strategy ആയിട്ട് ഇതിൽ തീർച്ചയായിട്ടും നമുക്ക് ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ആൻഡ് TVS സപ്ലൈ ചെയിനെ കുറിച്ച് സംസാരിച്ചതുകൊണ്ട് പ്രേക്ഷകരെ ശ്രദ്ധിച്ചിരിക്കേണ്ട 3-4 വേറെ സ്റ്റോക്സ് വിച്ച് ഹാവ് ബീൻ ലിസ്റ്റഡ് റീസെന്റ്. ഒന്ന് വന്നിട്ട് ഗാന്ധാർ ഓയിൽ റിഫൈനറി, രണ്ടാമത്തെ കേരള ബേസ്ഡ് മുത്തൂറ്റ് മൈക്രോ ഫൈനാൻസ്, നാലാമത്തത് വന്നിട്ട് അഗൈൻ കേരള ബേസ്ഡ് ഫെഡറൽ ബാങ്ക് ഫൈനാൻഷ്യൽ സർവീസസ്, ആൻഡ് അഞ്ചാമത്തത് വന്നിട്ട് ടാറ്റ ടെക്നോളജി. ഈ 5 സ്റ്റോക്സും അടുത്ത കാലത്ത് ലിസ്റ്റ് ചെയ്യപ്പെട്ടു. 5 സ്റ്റോക്കിലും കനത്ത സെല്ലിംഗ് നേരിട്ടിരുന്നു. ആൻഡ് ഐ തിങ്ക് വി ഹാവ് കം ടു ദ ബോട്ടം. അടുത്തതായിട്ട് ഓൾ കാർഗോ ലോജിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട സാറിന്റെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഓഹരി ഇന്നിപ്പോൾ 1.7% ഇടിവിൽ 83.85 എന്നൊരു നിലവാരത്തിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു 50 ഹൈ നോക്കുകയാണെങ്കിൽ ജനുവരി 2-ാം തീയതി രേഖപ്പെടുത്തിയ 98 രൂപ എന്ന നിലവാരമാണ്. ഓൾ കാർഗോ ലോജിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട സാറിന്റെ ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവ് എന്താണ്? സോ ഓൾ കാർഗോനെ കുറിച്ച് സംസാരിക്കും. ഓൾ കാർഗോയ്ക്ക് ഇപ്പോൾ നിലവിൽ 2 സ്റ്റോക്സ് ലിസ്റ്റഡ് സ്പേസിലുണ്ട്. ഒന്ന് വന്നിട്ട് ഓൾ കാർഗോ ടെർമിനൽ. ആൻഡ് ഓൾ കാർഗോ ടെർമിനൽ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ ലിസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ല നേട്ടം നൽകി തുടങ്ങിയിട്ടുണ്ട്. സ്റ്റോക്കിന് 60 രൂപയിൽ നല്ല സപ്പോർട്ടും ഫോം ചെയ്തിട്ടുണ്ട്. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും വി ക്യാൻ കൺസിഡർ ലോങ് പൊസിഷൻസ്. ആൻഡ് ഓൾ കാർഗോയുടെ കേസ്, സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്കും ഓൾ കാർഗോയുടെ കേസിൽ അഗെയിൻ എനിക്കിപ്പോൾ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നില്ല. ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് ഹോൾഡ് ചെയ്യാം.
ആൻഡ് നമ്മൾ സപ്പോർട്ടായിട്ട് ഈ ഒരു സ്റ്റോക്കിൽ കൺസിഡർ ചെയ്യേണ്ടത് അറൌണ്ട് 65 റുപ്പീസ് ആയിരിക്കണം. സ്റ്റോക്കിന് വരും സെഷൻസിൽ 90 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പുതിയ ഷോർട്ട് ടേം അപ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യും. ദേവ്യാനി ഇന്റർനാഷണലിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു ബ്ലോക്ക് ഡീൽ നടന്നതിനെ തുടർന്ന് 3.5% ഒരു നേട്ടം നൽകുന്നുണ്ട്. സ്റ്റോക്ക് നിലവിൽ 171 രൂപയിലാണ് ട്രേഡിംഗ് മുന്നോട്ട് പോകുന്നത്. പ്രദീപ് സർ, ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു ക്വാർട്ടർലി റിസൾട്ടുകളിൽ ലേറ്റസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ക്വാർട്ടർലി റിസൾട്ട് തന്നെയാണ് കമ്പനി പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നത്. അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു പെർഫോമൻസ് റേഞ്ചിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും കഴിഞ്ഞ ഒരു 2023 വർഷങ്ങളിൽ കാര്യമായിട്ടുള്ള ഒരു നേട്ടം നൽകാത്ത ഒരു സ്റ്റോക്ക് ആയിട്ട് കൂടി വിലയിരുത്താം. ഇയർ ടു ടിൽ ഡേറ്റിലും 11.5% ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് ദേവയാനി ഇന്റർനാഷണൽ നൽകിയിട്ടുള്ളത്. ഈ ഒരു സ്റ്റോക്ക് ഇനിയും അങ്ങോട്ട് ഹോൾഡ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ടോ? ഇതിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ബെയറിഷ്. ആൻഡ് കഴിഞ്ഞ 4 ദിവസമായിട്ട് നമുക്ക് ഒത്തിരി ഷോർട്ട് കവറിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റോക്കിന്റെ മേജർ റെസിസ്റ്റൻസ് 170, 180 ഈ ഒരു റേഞ്ചിലായിരിക്കും. നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ അല്ലെങ്കിൽ നമ്മൾ ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യരുത്. സർ, അടുത്തായിട്ട് ഐനോക്സ് ഇന്ത്യ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഓഹരി വിപണിയിലേക്ക് എത്തിയിട്ട് ഇപ്പോൾ അധിക കാലമായിട്ടില്ല. 2023 ഡിസംബർ 21 ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. നിലവിൽ 1.02% ഇടിവിൽ 1145.1 എന്നൊരു നിലവാരത്തിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 53 ഹൈ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫെബ്രുവരി 16 രേഖപ്പെടുത്തിയ 1225 എന്നൊരു നിലവാരമാണ്. ഐനോക്സ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് സാറിന്റെ വ്യൂ എന്താണ്? സോ ഐനോക്സ് ഗ്രൂപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഐനോക്സിന് നിലവിൽ ഒത്തിരി സ്റ്റോക്സ് ലിസ്റ്റഡ് സ്പേസിൽ കാണാനുണ്ട്. ആൻഡ് ഐനോക്സ് ഇന്ത്യയുടെ സ്പെസിഫിക് കേസ് എടുത്തു കഴിഞ്ഞാൽ ദ ട്രെൻഡ് ഇസ് വെരി മച്ച് ബുള്ളിഷ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇറ്റ് ഈസ് അബൌട്ട് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ്. സോ ഈ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കരുത്. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 1060 മുതൽ 1080 രൂപ ആ ഒരു നിലനിൽക്കുന്നുണ്ടെങ്കിൽ we can consider long position. പ്രദീപ് സർ, ഇന്നിപ്പോൾ വേദാന്തയുടെ ഓഹരികളിലേക്ക് വരുമ്പോൾ 1.43% ഒരു നേട്ടം നിലവിൽ രേഖപ്പെടുത്തുന്നുണ്ട്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം റിലയൻസ് ഇൻഡസ്ട്രീസ്, ടാറ്റ പവർ, അദാനി പവർ, വേദാന്ത ലിമിറ്റഡ് എന്നിവയുൾപ്പെടെ 5 സ്വകാര്യ സ്ഥാപനങ്ങളുമായി 44,000 കോടി രൂപ വീതം നിക്ഷേപിക്കുന്നതിന് സർക്കാർ ചർച്ചകളൊക്കെ തന്നെ നടത്തി വരുന്നു എന്നുള്ള ഒരു അപ്ഡേഷന് പുറത്ത് വേദാന്ത ഇന്നിപ്പോൾ നേട്ടം നൽകുന്നുണ്ട് എന്ന് കാണാം. വേദാന്തയുടെ ട്രെൻഡ് എങ്ങനെയാണ്? ഒരു ലോങ് ടേമിലേക്ക് വേദാന്തയിൽ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? വേദാന്ത ഫൈനാൻഷ്യലി അത്ര ഒരു നല്ല കമ്പനിയല്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി കടബാധ്യതകൾ ഒരു കമ്പനിയായത്. ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എക്സ്ട്രീംലി ബെയറിഷ്. സോ പേഴ്സണലി ഞാൻ ഇത്തരം സ്റ്റോക്സിൽ ഒരിക്കലും ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യത്തില്ല. ബട്ട് ഇഫ് സമ്മൺ ഒരു ട്രേഡിങ്ങിന് വേണ്ടി ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 290 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. 290 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 300, 320, 340 ഈ 4 ലെവൽസിലായിരിക്കും റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്നത്. സർ, ഉജ്ജീവൻ ഫൈനാൻഷ്യൽ സർവീസുമായി ബന്ധപ്പെട്ട സാറിന്റെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഓഹരി നിലവിൽ വളരെ ഫ്ലാറ്റ് ടു നെഗറ്റീവ് ടോണിൽ 554.85 എന്നൊരു നിലവാരത്തിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓഹരി ഒരു 52 വീക്ക് ഹൈ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഡിസംബർ 18 രേഖപ്പെടുത്തിയ 614.8 എന്നൊരു നിലവാരമാണ്. അതിനുശേഷം തുടർച്ചയായിട്ടുള്ള പല സെഷൻസിലും വലിയ തോതിലുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒരു ഓഹരിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഉജ്ജീവൻ ഫൈനാൻസ് സർവീസുമായി ബന്ധപ്പെട്ട് വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? ഉജ്ജീവന്റെ കേസിൽ ദ പ്രോബ്ലം ഇസ് കഴിഞ്ഞ 3 മാസമായിട്ട് ഇറ്റ് ഇസ് കോട്ട് ഇൻ എ സൈഡ് വേസ് പാറ്റേൺ. ആൻഡ് ആ ഒരു കൺസോൾട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്റ്റോക്കിന്റെ ഏറ്റവും മികച്ച സപ്പോർട്ട് ഏരിയ 510, മേജർ റെസിസ്റ്റൻസ് 620. ഈ 620ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു നല്ലൊരു ബൈയിങ് അവസരം ഈ സ്റ്റോക്കിൽ ലഭിക്കാൻ പോകുന്നുള്ളൂ.
FMCG മേഖലയിലെ പവർ ഹൗസ് ആയിട്ടുള്ള ഹിന്ദുസ്ഥാൻ യൂണിലീവറിനെ കുറിച്ചാണ് പ്രദീപ് സർ ചോദിക്കുന്നത്. ഈ മേഖലയിലെ വമ്പൻ എന്നുള്ള ഒരു നിലയിൽ സ്റ്റെബിലിറ്റി ആൻഡ് ഗ്രോത്ത് പൊട്ടൻഷ്യൽ വളരെ പോസിറ്റീവായിട്ട് കാണുന്നു എന്നാണ് അനലിസ്റ്റുകളൊക്കെ തന്നെ പറയുന്നത്. പക്ഷേ ഈ ഒരു വർഷത്തിൽ കമ്പനിയുടെ പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും വളരെ അണ്ടർ പെർഫോമിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് ആയിട്ട് വിലയിരുത്താൻ സാധിക്കുമോ ഇതിനെ? കാരണം അവസാനമായിട്ട് ഒരു 52 ആഴ്ചയിലെ ഉയർന്ന നിലവാരം രേഖപ്പെടുത്തിയിരിക്കുന്നത് ജൂലൈ 7-ാം തീയതിയാണ് കഴിഞ്ഞ വർഷം. നിലവിലെ ഈ സ്റ്റോക്കിന്റെ ട്രെൻഡിൽ നിക്ഷേപക നിലപാട് എങ്ങനെയായിരിക്കണം? See, Hindustan Unilever is a defensive stock. So Hindustan Unilever'la unfortunately കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ സ്റ്റോക്ക് അണ്ടർ പെർഫോമൻസ് നൽകിക്കൊണ്ടിരിക്കുന്നത്. സോ നമുക്കിപ്പോൾ FMCG സ്പേസിൽ തന്നെ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കണമെങ്കിൽ ഹിന്ദുസ്ഥാൻ യൂണിലിവറിനെ അപേക്ഷിച്ച് വേറെ നിരവധി സ്റ്റോക്കുകളുണ്ട്. സോ ഐ പേഴ്സണൽ ഈ കമ്പനിയുടെ മാനേജ്മെന്റോ പ്രോഡക്ട്സോ ഫൈനാൻഷ്യൽസിനെ കുറിച്ചോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. മാർക്കറ്റിന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുമ്പോഴേക്ക് ഇൻഡെക്സിന് അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ. സോ അതുകൊണ്ട് തന്നെ ദിസ് ഇസ് നോട്ട് മൈ ഫേവറേറ്റ് നൗ. സ്റ്റോക്ക് മുന്നേറുന്ന സമയത്ത് 2580 രൂപയിൽ വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു സേഫ് ആയിട്ടൊരു മൊമെന്റം ഈ സ്റ്റോക്കിൽ ലഭിക്കാൻ പോകുന്നുള്ളൂ. അതോടൊപ്പം തന്നെ ഭാരത് ഫോർജ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഓഹരി ഇന്നിപ്പോൾ 0.73% നേട്ടത്തിൽ 1130.7 എന്നൊരു നിലവാരത്തിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓഹരിയുടെ ഒരു 53 വീക്ക് ഹൈ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഫെബ്രുവരി 12-ാം തീയതി രേഖപ്പെടുത്തിയ 1330 രൂപ എന്നൊരു നിലവാരമായിരുന്നു. അതിനുശേഷം വലിയ തോതിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 1061 എന്നൊരു നിലവാരം വരെയൊക്കെ ഇടിയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഭാരത് ഫോർജുമായി ബന്ധപ്പെട്ട് സാറിന്റെ ലോങ് ടേം പെർസ്പെക്റ്റീവ് എന്താണ്? ഭാരത് ഫോർജിന്റെ കേസ് എടുക്കുമ്പോഴേക്ക് അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ ആഴ്ച നമുക്ക് ഈ സ്റ്റോക്കിൽ വലിയൊരു സെൽ ഓഫ് കാണാൻ ഇടയുണ്ടായി. അതിനെ തുടർന്ന് അൺഫോർച്ചുനേറ്റ്ലി ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി വഴിമാറിയിട്ടുണ്ട്. നമ്മൾ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് 1220 മുതൽ 1280 ആ ഒരു റേഞ്ചിൽ പൊസിഷൻ ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലോസ് ചെയ്യുക. അറ്റ് ദ സെയിം ടൈം 1040 രൂപ മേജർ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ടേം ട്രെൻഡ് വിൽ ഓൾസോ ടേൺ ബെയറിഷ്. നിക്ഷേപകർക്ക് ഒരു വർഷത്തിൽ മികച്ച നേട്ടം നൽകിയ ഒരു സ്റ്റോക്കാണ് പ്രദീപ് സർ ജയ് ബാലാജി ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിൽ 1900% ഒരു മൾട്ടി ബാഗർ നേട്ടമാണ് ഈ ഒരു സ്റ്റോക്ക് നൽകിയിരിക്കുന്നത്. കമ്പനിയുടെ 2023 ഡിസംബർ പാദ ഫലങ്ങളും മികച്ചതായിരുന്നു. അയൺ ആൻഡ് സ്റ്റീൽ മേഖലയിൽ ബിസിനസ് നടത്തുന്ന ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണ്. ഇന്നലെ ഒരു 5% നേട്ടത്തിന് പിന്നാലെ ഇന്നും 2.5% ഒരു നേട്ടം ഈ ഒരു സ്റ്റോക്ക് നൽകുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്ക് അല്പം ഓവർ ഹീറ്റഡ് ആയിട്ടാണോ കാറ്റഗറിയിലാണോ താങ്കൾ പെടുത്തുന്നത്? അതോടൊപ്പം തന്നെ നിലവിലെ ഈ ഒരു പെർഫോമൻസിനെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ജാസ്മിൻ പറഞ്ഞ വളരെ ശരിയായിട്ട് സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഈ ഒരു സ്റ്റോക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ വെറും 80 രൂപയിൽ ട്രേഡ് ചെയ്തിരുന്ന സ്റ്റോക്ക് കഴിഞ്ഞ ആഴ്ച 1120 രൂപ വരെ നമുക്ക് നേട്ടം നൽകിയിരുന്നു. സോ ഇറ്റ് ഈസ് ഹൈ റിസ്ക് ടു ടേക്ക് എ പുതിയ പൊസിഷൻ. ഈ സമയത്ത് നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഏരിയ 870 രൂപയായിരിക്കണം. സ്റ്റോക്ക് 1120 രൂപ എത്തുമ്പോൾ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ കെയർഫുൾ ആയിരിക്കണം. കാര്യം ആ റെസിസ്റ്റൻസ് ലെവൽ എത്തുമ്പോഴേക്കും വി ഷുഡ് ബി പ്രിപ്പയർഡ് ഫോർ സം വോളറ്റിലിറ്റി. അതുകൊണ്ട് തന്നെ അദാനി ഗ്രൂപ്പിൽ നിന്നുള്ള അദാനി വിൽമറുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഓഹരി നിലവിൽ ഒരു 0.49% നേട്ടത്തിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദാനി വിൽമറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 2023 മെയ് 24-നായിരുന്നു ഒരു 53 വീക്ക് ഹൈ നിലവാരമായിട്ടുള്ള 509 രൂപ എന്നൊരു റേഞ്ച് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ ഓഹരിയിൽ വലിയ തോതിലൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അദാനി വിൽമറുമായി ബന്ധപ്പെട്ട് സർ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? അതിനോടൊപ്പം തന്നെ ഈ ഒരു ഓഹരിയിൽ ഇപ്പോൾ ഒരു ലോ റിസ്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റി സർ കാണുന്നുണ്ടോ? അദാനി വിൽമ ഇപ്പൊ നമ്മൾ കുറച്ച് നേരം മുൻപ് FMCG സ്റ്റോക്സിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ഹിന്ദുസ്ഥാൻ യൂണിലിവറിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. നമുക്കിപ്പോ FMCG സ്പേസിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കണമെങ്കിൽ ഐ തിങ്ക് അദാനി വിൽമർ ഇസ് വൺ ഓഫ് ദ സ്റ്റോക്സ് നമ്മൾ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യേണ്ടത്.
കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 1.5 വർഷത്തിനിടെ ഒത്തിരി സെല്ലിംഗ് പ്രഷർ നേരിട്ട ഒരു സ്റ്റോക്ക് ആയിരുന്നു അഡാനി വിൽമ. സോ നാച്ചുറലി കഴിഞ്ഞ 2 ക്വാർട്ടേഴ്സിലെ കമ്പനിയുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് അത്ര സാറ്റിസ്ഫാക്ടറി അല്ലായിരുന്നു. എങ്കിലും എനിക്ക് തോന്നുന്നത് കമ്പനിയുടെ വേഴ്സ്റ്റ് പെർഫോമൻസ് അവസാനിച്ചു എന്നും ഈ ലെവൽസിൽ നിന്നും കമ്പനിയുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് കുറെ കൂടെ ബെറ്റർ ആകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് ഇൻട്രസ്റ്റിംഗ്ലി ചാർട്ട് പാറ്റേൺ സ്റ്റഡി ചെയ്യുമ്പോഴേക്കും വളരെ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരം നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് നമ്മൾ ഒരു അല്പം കൂടെ ലോങ്ങർ ടേമിന് വേണ്ടി നമ്മൾ ഒരു പൊസിഷൻ എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ കറന്റ് ലെവൽസ് തീർച്ചയായിട്ടും ഉപയോഗിക്കാം. സ്റ്റോക്കിന്റെ ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 380, അത് ബ്രേക്ക് ചെയ്താൽ 400, അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 420. 420ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോക്കിൽ ഓൾമോസ്റ്റ് 100 മുതൽ 150 രൂപയുടെ നേട്ടം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പ്രദീപ് സാർ, മാമ എർത്തിന്റെ പാരന്റ് കമ്പനി ആയിട്ടുള്ള ഹൊണാസ കൺസ്യൂമറിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇന്നിപ്പോൾ 1.35% ഒരു നേട്ടം ഈ ഒരു സ്റ്റോക്ക് നൽകുന്നുണ്ട്. ലിസ്റ്റ് ചെയ്തിട്ട് അധികമായില്ല എങ്കിൽ കൂടിയും കഴിഞ്ഞ ഒരു ക്വാർട്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ മികച്ചതായിരുന്നു. അവരുടെ ഒരു Q3 ലാഭം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ 3 ഇരട്ടിയായിട്ട് വർദ്ധിക്കുന്ന ഒരു ക്വാർട്ടറിലാണ് ഈ ഒരു അടുത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വർഷം ജനുവരിയിൽ തന്നെ 511 രൂപ എന്നുള്ള ഒരു റെക്കോർഡ് നിലവാരം സ്റ്റോക്ക് രേഖപ്പെടുത്തിയിട്ടും ഉണ്ടായിരുന്നു. ഫൈനാൻഷ്യലി ഒരു മികച്ച റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടുള്ള ഈ ഒരു സ്റ്റോക്കിനെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഹൊണാസ ലോങ് ടേമിന് വേണ്ടി ഐ തിങ്ക് യു ക്യാൻ കൺസിഡർ. ഒത്തിരി പോസിറ്റീവ് സെന്റിമെന്റ്സ് ഉള്ള ഒരു സ്റ്റോക്കാ ഹൊണാസ. ബട്ട് ഹൊണാസ ഫേസ് ചെയ്യാൻ പോകുന്ന 2 മേജർ റെസിസ്റ്റൻസ്, ആദ്യത്തെ 480, 480ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 520. 520ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോക്കിൽ ഒത്തിരി നേട്ടം ഷോർട്ട് ടേമിൽ എക്സ്പെക്ട്